ഒരു പ്രിങ്കിൾസിൻ്റെ കുപ്പി ഉണ്ടാവും എടുക്കാനായിട്ട്. ഉണ്ടെങ്കിൽ നമുക്ക് ഒരു അടിപൊളി പെൻ ഹോൾഡർ ഉണ്ടാക്കിയെടുക്കാം. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ജസ്റ്റ് ആദ്യം തന്നെ വൈറ്റ് ആക്രിലിക് പെയിൻറ്റിൽ ഫുൾ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരച്ചു കൊടുക്കാം. ഞാനിപ്പം ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പെയിൻറ്റ് ബ്രഷ് പിടിച്ച് വലിയ ബാലൻസ് ഒന്നുമില്ല. ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് എത്രത്തോളം ബാലൻസ് ഉണ്ടെന്ന്. കയ്യിൽ കിട്ടിയ ഒരു 4 പാസ്റ്റൽ ഷെയ്ഡ്സാണ് എടുത്തേക്കുന്നത് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല പെയിൻറ്റ് ബ്രഷിനോട് നല്ല ബാലൻസ് ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിലും നല്ല ഡിസൈൻസ് ഒക്കെ നോക്കാം കേട്ടോ. ജസ്റ്റ് റാൻഡംലി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ബ്ലോബ്സ് ഇങ്ങനെ ഓരോ കളറിലേയും വരച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ പണി. പക്ഷേ അത് ചെയ്യാൻ വേണ്ടിയിട്ടായാലും ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് പെയിൻറ്റ് ബ്രഷിന് വലിയ ബാലൻസ് ഒന്നുമില്ല. അതുകൊണ്ടും കൂടിയാണ് ഞാൻ മുമ്പേ ഉണ്ടാക്കിയിട്ടുള്ള ഓർഗനൈസേഴ്സിലൊന്നും ഞാൻ വലിയ പെയിൻ്റ് അടിച്ച് കൊളാക്കാതെ ഫുള്ള് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം ഇതിൽ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് കഴിഞ്ഞാൽ വൃത്തികേടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പെയിൻ്റ് അടിക്കാമെന്ന് തന്നെ വിചാരിച്ചത്. സംഭവം പെയിൻ്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞപ്പം എന്തോ ഒരു ലുക്കായിരുന്നു, എനിക്ക് വലിയതായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ആ ഡോംസിൻ്റെ പാസ്റ്റൽ ബ്രഷ് പെൻസ് വാങ്ങിയതിൻ്റെ കൂട്ടത്തിൽ 2 എക്സ്ട്രാ ബ്രഷ് പെൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ഒരു വൈറ്റ് കളറിൽ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യാനുള്ള ഒരു ബ്രഷും ഒരെണ്ണം ഒരു സിൽവർ കളറിൽ ഉണ്ടായിരുന്നതുമായിരുന്നു. അതാണെങ്കിൽ എന്തിൻ്റെ മേലെ കൂടെ വരച്ചാലും തെളിയും. അപ്പം ഞാൻ വിചാരിച്ചു അത് വെച്ച് കുറച്ച് ഔട്ട്ലൈനൊക്കെ കൊടുക്കാമെന്ന്. ഞാൻ ആദ്യം വിചാരിച്ചു എല്ലാ ബ്ലോബ്സിലും കൊടുക്കണ്ട, അവിടെ ഇവിടെ മാത്രം കൊടുത്താൽ മതിയെന്ന്. അങ്ങനെ കൊടുത്തിട്ട് നോക്കിയപ്പോൾ ഉണ്ട് ഒരു ഫില്ലാവാത്ത പോലെ. പിന്നെയാണ് എനിക്ക് വേറെ ഡിസൈൻസ് ഒന്നും ആലോചിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ള് ബ്ലോബ്സിലും ഇതുപോലെ ഔട്ട്ലൈൻ വരച്ചു കൊടുത്തു. പിന്നെയും എന്തൊക്കെയോ ബ്ലാങ്ക് സ്പേസ് പോലെ തോന്നിയുണ്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ കുറച്ച് കുത്തും കോമയൊക്കെ ഇട്ട് കൊടുത്തു. എന്തിനേലും ഫൈനൽ റിസൾട്ട് ഞാൻ ഇട്ട എഫേർട്ടിനേക്കാളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തിനേലും എനിക്ക് ഏകദേശമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് പറയാൻ മറക്കരുത്. ഞാൻ കുറച്ച് മാർക്കറൊക്കെ ഇട്ടിങ്ങനെ വെച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം ലുക്കൊക്കെ ഉണ്ട് കാണാൻ ഇങ്ങനെ ടേബിളിലിരിക്കുമ്പോൾ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.